കേസ് നമ്പർ OPHMA 13/93. ഹർജിക്കാരൻ S. നന്ദകുമാർ, എതിർകക്ഷി ആതിര നായർ. ഡൈവോഴ്സ് പെറ്റീഷനിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സംഗതികൾ സത്യമാണോ? സത്യമാണ്. പരസ്പര വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം. ആ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ ഭാര്യയുടെ സ്വഭാവശുദ്ധിയിലും സത്യസന്ധതയിലും ഞാൻ സംശയാലുവാണ്. ഹർജിയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ള എന്റെ ഭാര്യ ആതിര നായരുടെ കൈപ്പടയിലുള്ള കത്ത് എന്റെ സംശയത്തെ സാധൂകരിക്കുന്നു. ഭർത്താവിനോട് സ്നേഹം ഭാവിക്കുകയും മറ്റൊരു പുരുഷനെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ പവിത്രമായ ബന്ധം ആഗ്രഹിക്കുന്ന ഒരു പുരുഷനും ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് വിവാഹമോചനം അനുവദിച്ചു തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. എതിർകക്ഷിക്ക് എന്താണ് പറയാനുള്ളത്? ഹർജിക്കാരൻ പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾക്ക് വിവാഹമോചനം ആവശ്യമാണോ? ഞാനങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ ഭർത്താവിന് വേർപിരിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനതിനെതിരല്ല. ഹർജിക്കാരൻ ഹാജരാക്കിയിരിക്കുന്ന കത്ത് നിങ്ങൾ എഴുതിയതാണോ? അതെ, പക്ഷേ അതിലെഴുതിയിരിക്കുന്ന ഒന്നും സത്യമല്ല. വിവാഹ ജീവിതം എന്ന് പറയുന്നത് പങ്കാളികളുടെ ഇഷ്ടാനുസരണം സ്വീകരിക്കാനും വേണ്ടെന്ന് വെക്കാനുമുള്ള നിസ്സാര സംഗതിയല്ല. പരസ്പരം സംസാരിച്ച് മാനസികമായ അകൽച്ച ഒഴിവാക്കാനുള്ള സാധ്യത മുന്നിലുള്ളതുകൊണ്ട് ഒരു വീണ്ടും വിചാരത്തിനായി ഈ കോടതി 6 മാസത്തെ സമയം അനുവദിക്കുന്നു. നന്ദേട്ടന്റെ വാദം കേൾക്കാൻ എന്നെ ഒന്ന് കോടതി കൊണ്ടുവരണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വരേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. കഴിഞ്ഞ് എനിക്കെതിരെ വീണ്ടും വാദിക്കുമ്പോ ഞാൻ ചീത്തയാണെന്ന് മാത്രം പറയരുത്. പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമായതുകൊണ്ട് പിരിയണമെന്ന് പറഞ്ഞാൽ മതി. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞോളാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചെയ്യാത്ത കുറ്റത്തിന് എന്നെ അപമാനിക്കരുത്. അനന്തമും വലുതാവുമ്പോ അവനും ഞാൻ ചീത്തയാണെന്ന് കരുതിയ പിന്നെ ഈ കേസിലും നന്ദേട്ടൻ ജയിക്കണം. പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ ഒരു കേസിലും തോൽക്കരുത്. എന്റെ മോനോട് എനിക്ക് പറയാലോ, നിന്റെ അച്ഛൻ തോൽവി അറിയാത്ത പ്രശസ്തനായ ഒരു വക്കീലാണെന്ന്.
നന്ദേട്ടന്റെ വാദം കേൾക്കാൻ എന്നെ ഒന്ന് കോടതിയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വരേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ഈ കേസിലും നന്ദേട്ടൻ ജയിക്കണം. എന്റെ മോനോട് എനിക്ക് പറയാലോ, നിന്റെ അച്ഛൻ തോൽവി അറിയാത്ത ഒരു പ്രശസ്തനായ വക്കീലാണെന്ന്. നന്ദേട്ടാ, നന്ദേട്ടാ, ഇന്നും വൈകുന്നേരം എന്താണ് കുത്തിവെക്കുന്ന അറിയണമല്ലോ. അങ്ങനെ ഇപ്പൊ അറിയണ്ട. ഒരാളുടെ പേഴ്സണൽ ഡയറി വായിക്കുന്ന ശീലം അത്ര നല്ലതല്ല. വലിയ വക്കീലായിട്ട് ഇതൊന്നും അറിയില്ലേ? ഒരു മുതുമുത്തശ്ശനായിട്ട് ഇങ്ങനെ പല്ലുമൊക്കെ കൊഴിഞ്ഞു വടിയും പിടിച്ചു നടക്കുന്ന ഒരു വയസ്സനായി നന്ദേട്ടൻ ഏതെങ്കിലും മൂലയ്ക്ക് കുത്തിയിരിക്കുമ്പോ ഞാൻ അടുത്തു വരും. അന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ ഡയറി വായിക്കാം. മറക്കണമെന്ന് കരുതിയതും ഓർമ്മിക്കാൻ പാടില്ലാത്തതുമായ പലതും ഇതിലുണ്ടാവും. അന്ന് കിട്ടുന്ന ആ സുഖം ഇന്ന് ഇത് വായിച്ച പിന്നെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അന്ന് വായിക്കുന്നതല്ലേ സുഖം. കുസൃതിത്തരങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും. സ്വഭാവ മഹിമയെ പറ്റി ഞാൻ തന്ന സ്റ്റഡി ക്ലാസ് വളരെ അത്യാവശ്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഭാനു എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റി. മാപ്പർഹിക്കാത്ത തെറ്റ്. ഞാൻ ഭാനുവിനെ തെറ്റിദ്ധരിച്ചു. എന്നെ ഉള്ളു തുറന്ന് സ്നേഹിച്ച ആതിരയെ ഞാൻ അവിശ്വസിച്ചു. ഇപ്പൊ ഇങ്ങനെ തോന്നാൻ ഞാൻ അവളുടെ മനസ്സ് കണ്ടത് ഇപ്പോഴാ ഭാനു. അവളുടെ ഡയറിയിൽ നിന്ന്. നന്ദേട്ടന്റെ സംശയം മാറാൻ അവളുടെ ഡയറി വേണ്ടി വന്നുല്ലേ? നന്ദേട്ടൻ ആതിരയെ കണ്ടോ? ഇല്ല. നമുക്ക് അങ്ങോട്ട് പോയാലോ? എനിക്ക് അവളോടൊന്നും പറയാനുള്ള ധൈര്യമില്ല ഭാനു. അവൾ എന്തെങ്കിലും തിരിച്ചു ചോദിച്ചാൽ. വേണ്ട, ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. നന്ദേട്ടന്റെ സംശയം മാറിയെന്ന് പറഞ്ഞാൽ അവളും കുഞ്ഞും ഓടിയെത്തും. ഒന്നും പറയാതിരുന്നാൽ എങ്ങനാ? ഞാൻ എന്തു പറയാനാ? മകളാണെങ്കിലും നിർബന്ധിക്കുന്നതിന് അതിരില്ലേ? അച്ഛനാണെങ്കിൽ ഉപദേശിക്കാവുന്നതിന്റെ പരമാവധി ഉപദേശിച്ചു. ഭാനു ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയത്. എന്തൊക്കെ പറഞ്ഞിട്ട് അവളുടെ തലയിലിട്ടൊന്ന് കയറണ്ടേ? മകള് ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞുമായി വീട്ടിൽ വന്ന് നിൽക്കുന്നത്
അച്ഛനും ഉമ്മയ്ക്കും വലിയ സന്തോഷമായിരിക്കും അവളുടെ ധാരണ. ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ.